ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന 8ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്ററായ സ്ക്വയർ ഐഡൻറ്റിറ്റീസിലെ 8ാമത്തെ ഭാഗമാണ്. ഇവിടെ ഞാനൊരു സ്ക്വയർ പേപ്പർ കട്ടിങ് വെച്ചിട്ടുണ്ട്. അതിൽ നിന്നും ഒരു സ്ക്വയർ, ഒരു കോർണറിൽ നിന്നൊരു സ്ക്വയർ കട്ട് ചെയ്ത് മാറ്റുകയാണെങ്കിൽ ഈ ബാക്കി ഭാഗത്തിൻ്റെ ഏരിയയാണ് കാണേണ്ടത്. അപ്പോൾ ഈ സ്ക്വയറിൻ്റെ ഒരു വശത്തിൻ്റെ, ഈ ഫസ്റ്റ് സ്ക്വയറിൻ്റെ ഒരു വശത്തിൻ്റെ നീളം 5 സെൻറ്റിമീറ്ററും, അപ്പോൾ ഈ വശം 5 അല്ലേ. ഇനി 2 സെൻറ്റിമീറ്റർ സൈഡ് ലെങ്ത് ഉള്ള ഒരു സ്ക്വയറാണ് കട്ട് ചെയ്ത് മാറ്റിയത്. അപ്പോൾ ഇവിടെ എത്ര വരും? 2 + 3 അല്ലേ 5, ഇതും 3 അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഏരിയ കാണാനായിട്ട് നമ്മൾ ഈ ടോട്ടൽ ഏരിയ, അതായത് ആദ്യം ഇരുന്നതിൻ്റെ ഏരിയയിൽ നിന്ന് ഈ ഒരു സ്ക്വയറിൻ്റെ ഏരിയ അങ്ങ് കട്ട് ചെയ്ത് മാറ്റിയാൽ പോരെ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഏരിയ ഓഫ് ദി റിക്വയർഡ് റീജിയൻ, അതായത് ഇത്രയും ഭാഗത്തിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ആദ്യത്തെ സ്ക്വയറിൻ്റെ ഏരിയ ഓഫ് ലാർജ് സ്ക്വയർ മൈനസ് ഏരിയ ഓഫ് സ്മോളർ സ്ക്വയർ ആണല്ലോ അല്ലെ. വലിയ സമചതുരത്തിന്റെ പരപ്പളവിൽ നിന്ന് ചെറിയ സമചതുരത്തിന്റെ പരപ്പളവ് കുറയ്ക്കുക. സമചതുരത്തിന്റെ പരപ്പളവ് കാണുന്ന എങ്ങനെ? വശം ഗുണം വശം. അപ്പം വശത്തിന്റെ നീളം 5 ആയതുകൊണ്ട് 5 × 5 മൈനസ് ചെറുതിന്റെ ഒരു വശത്തിന്റെ നീളം 2 ആണ്. അപ്പൊ 2 × 2. അപ്പോൾ 5 5 25 മൈനസ് 4 = 21 എന്ന് കിട്ടി. ഇനി ഞാൻ ഇതിന്റെ ഏരിയയെ വേറൊരു രീതിയിൽ കണ്ടുപിടിക്കാൻ പോവാണ്. അതായത് ഇതിനെ 2 ചതുരങ്ങളാക്കി മുറിക്കാൻ പോവാ. ഇതിനെ ഇങ്ങനെ അങ്ങ് മുറിച്ചാൽ, ഇങ്ങനെ മുറിച്ച് കഴിയുമ്പോൾ ഇവിടെ ഒരു ചതുരം കിട്ടും, ഇവിടെ വേറൊരു ചതുരം കിട്ടും അല്ലേ. അപ്പോൾ ഇത്രയും നീളം എത്രയാണ്? 3 ആണ്, ഇത് 2 ആണ് ആണല്ലോ. അപ്പോൾ നമുക്ക് ഇത് ഒന്നാമത്തെ ഇതായിട്ടും ഇത് രണ്ടാമത്തതായിട്ടും എടുത്തു കഴിഞ്ഞാൽ അത് രണ്ടും കൂടെ കൂട്ടിയാൽ പോരെ. കൂട്ടുമ്പോൾ നമുക്ക് ഇതിൻ്റെ മുഴുവൻ്റെയും പരപ്പളവ് അഥവാ ഏരിയ കിട്ടും. അപ്പോൾ ഒന്നാമത്തെ ചതുരത്തിൻ്റെ ഏരിയ എന്താ? ഒന്നാമത്തെ ചതുരത്തിൻ്റെ ഏരിയ രണ്ടാമത്തെ ചതുരത്തിൻ്റെ ഏരിയയും കൂടെ കൂട്ടണം. ഒന്നാമത്തെ ചതുരത്തിൻ്റെ ഏരിയ എത്ര? 5 × 3, ഇത്രയും 5, ഇത്രയും 3 പ്ലസ് രണ്ടാമത്തതിൻ്റെ എന്താ? 2 × 3 അല്ലേ. 5 3s are 15 ആണ്, പ്ലസ് 2 3s are 6 ആണ്. അതും 21 തന്നെ കിട്ടിയല്ലോ. അപ്പോൾ സെയിം ആൻസർ കിട്ടിയല്ലോ. ഇനി ഞാൻ ആ വരയെ കൂടെ ഒന്ന് മുറിക്കാൻ പോവാണ്. ഇതിനെ ഇങ്ങനെ മുറിച്ചിട്ട് മുറിച്ചു, 2 ചതുരങ്ങളും കിട്ടി. അപ്പം ആദ്യത്തെ ചതുരത്തിൻ്റെ കൂടെ ഇങ്ങനെ വെച്ചു. അതായത് ഇങ്ങനെ ഇരുന്ന സാധനത്തിനെ മുറിച്ചിട്ട് ഇങ്ങോട്ടേക്ക് ചേർത്തു. അപ്പോൾ എന്തായി? ഇവിടെ എത്രയാണ്? 2ഉം ഇത് 3ഉം ആണല്ലോ. ഇത് 3 ആകുമ്പോൾ ഇത് 3 തന്നെയാണല്ലോ അല്ലേ. അപ്പോൾ ഇവിടെ ഒരു നീണ്ട ചതുരം കിട്ടിയല്ലോ അല്ലേ. അപ്പം ഏരിയ ഓഫ് എ റെക്റ്റാങ്കിൾ എന്താണ്? നീണ്ട ചതുരത്തിന്റെ ഏരിയ എന്താണ്? ഇവിടെ നോക്കിക്കുക, 5ഉം 2ഉം 7 ആണ്, ഇൻറ്റു നീളം ഗുണം വീതി അല്ലേ. വീതി എത്ര? 3 ആണ്. 7 × 3 21 അല്ലേ. അപ്പം 3 രീതി ചെയ്തപ്പോൾ ഉത്തരം സെയിം ആയിട്ട് കിട്ടിയില്ലേ. ഇനി ഈ 7 എങ്ങനെ കിട്ടി? 7 എന്ന് പറയുന്നത് ഈ 5ഉം 2ഉം കൂടെ കൂട്ടിയതാണ്. ഈ 3 എങ്ങനെ കിട്ടി? ഇവിടുന്ന് കട്ട് ചെയ്ത് പോയതല്ലേ. ആകെ 5 ഉണ്ടായിരുന്നു, 5ൽ നിന്ന് 2 കട്ട് ചെയ്തപ്പോഴാണ് 3 കിട്ടിയത്. 5 - 2 എന്നല്ലേ കിട്ടിയത്. അപ്പൊ ഇവിടെ എങ്ങനെയാ കിട്ടിയത്? 2ന്റെയും സ്ക്വയർ തമ്മിൽ 2 കുറയ്ക്കുക ചെയ്ത്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 5 × 5 മൈനസ് 2 × 2നെ 5 + 2 × 5 - 2 എന്ന് എഴുതാമല്ലോ. 5 × 5 എന്താ? 5 സ്ക്വയർ മൈനസ് 2 സ്ക്വയർ ഈക്വൽ ടു, അത് കണ്ടുപിടിക്കാൻ വേണ്ടി അവ തമ്മിൽ കൂട്ടിയിട്ട് അവ തമ്മിൽ കുറയ്ക്കുകയും ചെയ്യുക. എന്നിട്ട് ആ 2 ഉത്തരങ്ങൾ തമ്മിൽ ഗുണിച്ചാൽ മതി. ഇനി ഇത് ഏത് സമചതുരത്തിനും ഇത് ശരിയാണോ എന്ന് നമുക്ക് നോക്കാം. അതായത് നമ്മുടെ ചതുരം ഇങ്ങനെയാണ് ഇരുന്നത്. ഇതിനെ ടോട്ടൽ x നീളം എടുത്തു. അപ്പോൾ ഇതും x തന്നെയാണല്ലോ. അതിൽ നിന്ന് y നീളത്തിനെയാണ് കട്ട് ചെയ്ത് എടുത്തത്. അപ്പോൾ ഇതെത്ര വന്നു? x - y വന്നു അല്ലേ. ഇതും y ആണല്ലോ. അപ്പം നമുക്ക് ഇത് മുഴുവനും കൂടെ x ആണ്. അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ, എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഈ മുഴുവനെയുള്ള സമചതുരത്തിന്റെ
പരപ്പളവ് ഏരിയ മൈനസ് ഈ ചെറിയ സമചതുരത്തിന്റെ ഏരിയ എന്ന് പറയുന്നത് y² y ഇൻറ്റു y അതാണല്ലോ. അപ്പൊ ഇത് കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇതിന്റെ ഏരിയ കിട്ടിയല്ലോ. ഇനി രണ്ടാമത് നമ്മൾ എങ്ങനെയാണ് ചെയ്തത്? ഈ രണ്ട് ചതുരങ്ങളുടെ പരപ്പളവുകൾ കൂട്ടണം. അപ്പോൾ ഇതിന്റെ ഈ ഒന്നാമത്തെ ചതുരത്തിന്റെ പരപ്പളവ് എത്രയാണ്? ഒന്നാമത്തെയും രണ്ടാമത്തെയും കൂടെ കൂട്ടണം. ഒന്നാമത്തെ പരപ്പളവ് എന്ന് പറയുന്നത് എക്സ് ഇൻറ്റു എക്സ് മൈനസ് വൈ ആണ്. പ്ലസ് രണ്ടാമത്തെന്ന് പറഞ്ഞാൽ എത്രയാ? ഇത് എക്സ് മൈനസ് വൈ ഇത് എത്രയേ ഉള്ളൂ? വൈ ആണ് അല്ലെ? കാരണം ഇത് ഈ നീളം വൈ ആണല്ലോ. പിന്നെ ഉയരം എത്രയാണ്? ഇത് എക്സ് മൈനസ് വൈ, ഇത് വൈ അല്ലെ? അപ്പൊ വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ ഇത് തന്നെയാണോ നമുക്ക് നോക്കാം. ഇങ്ങനെ തുറന്ന് അപ്പൊ x² മൈനസ് എക്സ് ഇൻറ്റു വൈ എന്ന് പറയുന്നത് എക്സ് വൈ ആണ്. പ്ലസ് ഇത് തമ്മിൽ yx മൈനസ് വൈ ഇൻറ്റു വൈ അപ്പൊ y² മൈനസ് എക്സ് വൈയും ഈ എക്സ് വൈയും വൈ എക്സും സെയിം അല്ലേ? കാരണം 2 ഇൻറ്റു 3യും 3 ഇൻറ്റു 2ഉം രണ്ടും സെയിം ആണല്ലോ. അപ്പൊ ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ് ആകുമ്പോൾ അത് ക്യാൻസൽ ആയി ഇപ്പം ബാക്കി എന്തുണ്ട്? x² മൈനസ് y². അത് തന്നെയല്ലേ ഇത്. ഇനി നമുക്ക് ഇതിനെ എടുത്ത് എങ്ങനെയാണ് ചെയ്തത്? ഇങ്ങനെ ചേർത്ത് വെച്ചു അല്ലേ? ഇത്രയും മാത്രം. അപ്പൊ ഇതെത്രയാണ്? ഇവിടെ എക്സ് മൈനസ് വൈ, ഇത് വൈ അല്ലെ? അപ്പൊ എക്സും വൈയും കൂടെ ചേർന്ന് ഈ വശത്തിന്റെ നീളം എത്രയാ വന്നത്? എക്സ് പ്ലസ് വൈ വന്നു. ഇത് മുഴുവനും കൂടെ ഒരു ചതുരമാണ്. ചതുരം അഥവാ റെക്ടാങ്കിൾ. റെക്ടാങ്കിളിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ലെങ്ത് എക്സ് പ്ലസ് വൈയും ബ്രെഡ്ത്ത് എത്രയാ? എക്സ് മൈനസ് വൈയും ആണ് അല്ലേ? അപ്പോ ഇതെല്ലാം തുല്യമാണെന്ന് നമുക്ക് നേരത്തെ. ഇനിയിപ്പോ ഇതിനെ ഒന്ന് തുറന്ന് നോക്കാം, ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പൊ എക്സ് ഇൻറ്റു എക്സ് x² എക്സ് ഇൻറ്റു മൈനസ് വൈ മൈനസ് എക്സ് വൈ. ഇനി y ഇൻറ്റു എക്സ് എന്ന് പറയുന്ന പ്ലസ് yx, y ഇൻറ്റു മൈനസ് വൈ എന്ന് പറയുന്ന മൈനസ് y². മൈനസ് എക്സ് വൈയും പ്ലസ് എക്സ് വൈയും ക്യാൻസൽ ആയി. ബാക്കി x² മൈനസ് y². എല്ലാം സെയിം ആയിട്ട് വന്നില്ലേ അല്ല? അപ്പൊ ഏതൊരു സ്ക്വയർ എടുത്താലും ഏതൊരു സമചതുരം എടുത്തിട്ട് അതിൽ നിന്ന് ഒരു ചെറിയ സമചതുരം കട്ട് ചെയ്ത് മാറ്റി ഈ സമചതുരം കട്ട് ചെയ്ത് മാറ്റിയപ്പോൾ കിട്ടി ഈ ഭാഗത്തിന്റെ പരപ്പളവ് 3 തരത്തിൽ നമ്മൾ കണ്ടുപിടിച്ച് 3ഉം തുല്യമാണ്. അപ്പൊ ഇവിടെ നമുക്ക് ഒരു ഐഡന്റിറ്റി കിട്ടിയില്ലേ? എന്താണ്? x² മൈനസ് y² ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ അല്ലെ? എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ ആണ് x² മൈനസ് y². അപ്പൊ ഈ ഐഡന്റിറ്റി ആണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ഇനി ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് നമുക്ക് നോക്കാം. 1-2 എക്സാമ്പിൾസ് ഞാൻ കാണിക്കാം. ഇപ്പൊ 168² മൈനസ് 162² ഇങ്ങനെ വരുമ്പോ എന്ത് ചെയ്യണം? രണ്ട് പൂർണ്ണവർഗങ്ങളുടെ വ്യത്യാസമായിട്ടാണ് കിടക്കുന്നത്. അപ്പൊ അവ തമ്മിൽ കൂട്ടുക. 168ന്റെ കൂടെ 162 കൂട്ടുക. 168ൽ നിന്ന് 162 കുറയ്ക്കുക. ഈ രണ്ട് ഉത്തരങ്ങൾ തമ്മിൽ ഗുണിച്ചാൽ മതി. അപ്പൊ നമുക്ക് ഉത്തരം കിട്ടും. അപ്പൊ ഇത് തമ്മിൽ കൂട്ടുമ്പോൾ എത്ര വരും? 330 എന്ന് വന്നു. ഇൻറ്റു ഇത് കുറയ്ക്കുമ്പോൾ 6 എന്ന് വന്നു. അപ്പൊ ഇത് തമ്മിൽ ഗുണിക്കുമ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് കിട്ടും. ഇനി ഒരു ഭിന്നസംഖ്യകൾ വന്നാലോ അല്ലെങ്കിൽ മിശ്ര ഭിന്നം വന്നാലോ? ഇപ്പോൾ ഉദാഹരണമായിട്ട് 5½ മൈനസ് 4½ അപ്പോഴും ഇത് തമ്മിൽ കൂട്ടുക ഇൻറ്റു ഇത് തമ്മിൽ കുറയ്ക്കുക. എന്നിട്ട് അപ്പോൾ ഉത്തരവും നമുക്ക് കിട്ടും. ഇനി ഡെസിമലും വേണമെങ്കിൽ വരാം, ദശാംശ സംഖ്യകളും വേണമെങ്കിൽ വരാം. നമുക്ക് പേജ് നമ്പർ 58 ചോദ്യങ്ങൾ നമുക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാവും. ഒന്നാമത്തെ ചോദ്യത്തിൽ 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒന്നാമത്തത് 68² മൈനസ് 32². 68² മൈനസ് 32². ഇത് നമുക്ക് എങ്ങനെ ചെയ്യാം? 68 പ്ലസ് 32 കാണുക, 68 മൈനസ് 32ഉം കാണുക. എന്നിട്ട് അവ തമ്മിൽ ഗുണിക്കുക. 68 പ്ലസ് 32 എത്ര വന്നു? 100 എന്ന് വന്നു. ഇൻറ്റു 68ൽ നിന്ന് 32 കുറയ്ക്കണം. അപ്പൊ എത്ര വന്നു? 36 എന്ന് വന്നു അല്ലെ? ഇപ്പൊ ഇതിന്റെ ഉത്തരം എന്താ? ഏത് സംഖ്യ 100 കൊണ്ട് ഗുണിക്കാൻ എളുപ്പമല്ലേ? 1 കൊണ്ട് ഗുണിക്കുമ്പോൾ അതേ സംഖ്യ കിട്ടും. പിന്നെ എത്ര 0 ഇടണം? 2 0 കൂടെ ഇടുമ്പോൾ ഉത്തരവായില്ലേ? ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കാം. അതൊരു ഭിന്നസംഖ്യകളുടെയാണ്. 3½ സ്ക്വയർ മൈനസ് 2½ സ്ക്വയർ.
അപ്പൊ ഇത് തമ്മിൽ കൂട്ടണം. 3½ 2½ കൂട്ടുക. അതേപോലെ 3½ നിന്ന് 2½ കുറയ്ക്കുക. ഇനി 3.5 2.5 കൂടെ കൂട്ടുമ്പോ എത്ര വരും? 6 വരും. 3 2 5, ഹാഫും അരയും കൂടെ 1 ആവും. അപ്പൊ 6 വന്നു. ഇൻറ്റു 3.5 നിന്ന് 2.5 കുറയ്ക്കണം. അപ്പൊ എത്ര വന്നു? 1 വന്നു. 2.5 1 അല്ലേ? 3.5 അല്ലെ? അപ്പൊ 1 വന്നു. 6 ഗുണം 1 എന്താ? 6 തന്നെ. ഇനി മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ദശാംശ സംഖ്യകൾ വെച്ചിട്ടുള്ളതാണ്. 3.6 സ്ക്വയർ മൈനസ് 1.4 സ്ക്വയർ. അപ്പൊ അവ തമ്മിൽ ആദ്യം കൂട്ടുക, പിന്നെ അവ തമ്മിൽ കുറയ്ക്കുക, എന്നിട്ട് ആ ഉത്തരങ്ങൾ തമ്മിൽ ഗുണിക്കുക. 3.6ഉം 1.4 കൂടെ കൂട്ടുമ്പോൾ എന്ത് വരും? 6 4 10. ദശാംശ ബിന്ദു നേരെ താഴെ ഇട്ടോണം, അത് മറക്കരുത്. മിച്ചം വന്ന 1 ഇവിടെ ഇട്ട് കൊടുക്കുക. 1 3 4 1 5. അപ്പൊ 5 ഉത്തരവായില്ലേ? ഇൻറ്റു ഇനി 3.6ൽ നിന്ന് 1.4 കുറയ്ക്കുക. കൂട്ടുമ്പോഴും കുറയ്ക്കുമ്പോഴും ദശാംശ ബിന്ദുക്കൾ നേരെ താഴെ ഇടണം. 6ൽ നിന്ന് 4 പോകുമ്പോൾ 2, 3ൽ നിന്ന് 1 പോകുമ്പോൾ 2. ഇപ്പൊ 2.2 എന്ന് വന്നില്ലേ? ഇപ്പൊ 22നെ 5 കൊണ്ട് ഗുണിച്ചാൽ പോരെ? 110 എന്ന്. എന്നിട്ട് ദശാംശത്തിന് ശേഷം ഒരക്കം ഉണ്ടാണ്. അപ്പൊ ഇവിടെ ആൻസറിൽ ദശാംശത്തിന് ശേഷം ഒരക്കം ഇടുമ്പോൾ ഉത്തരം എന്തായി? 11.0 അല്ലെങ്കിൽ 11. 0.0 ഇടേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം ചെയ്യാം. രണ്ടാമത്തെ ചോദ്യത്തിൽ ഒരു പാറ്റേൺ തന്നിട്ടുണ്ട്. ആ പാറ്റേണിന്റെ അടുത്ത 2 ലൈൻസ് നമ്മൾ ആദ്യം എഴുതണം. പിന്നെ പൊതുതത്വം, ബീജഗണിത രൂപം ഉപയോഗിച്ചിട്ട് ചെയ്യണം. പിന്നെ എന്താണ് ആ പൊതുതത്വം എന്നുള്ളത് നമ്മൾ എഴുതണം. അപ്പൊ നമുക്ക് ആദ്യം ആ പാറ്റേൺ ഒന്ന് നമുക്ക് എഴുതാം. 3² - 2² = ഇതാണല്ലോ നമ്മുടെ പാറ്റേൺ. ഇതിനകത്ത് അടുത്ത 2 സ്റ്റെപ്പും കൂടെയാണ് നമുക്ക് ആദ്യം എഴുതേണ്ടത്. ഇവിടെ നോക്കി അറിയാം 3 4 5, പിന്നെ അടുത്തത് എന്താണ്? 6 വരും. അപ്പൊ 6² മൈനസ്, പിന്നെ നമ്മൾ ശ്രദ്ധിച്ചറിയാം 3 കഴിഞ്ഞാൽ അതിന്റെ തൊട്ടടുത്ത ചെറിയ നമ്പർ 2, 4ന്റെ തൊട്ട് താഴെ 3, 5ന്റെ തൊട്ട് താഴെ 4, 6ന്റെ തൊട്ട് താഴെ 5. അല്ലെങ്കിൽ ഇങ്ങനെ നോക്കിയാലും മതി, 2 3 4 5. ഇനി ഈ സംഖ്യകൾ 3ഉം 2ഉം തന്നെയാണല്ലോ ഇവിടെയും വന്നിരിക്കുന്ന 3ഉം 2ഉം. 4ഉം 3ഉം തന്നെയാണ് ഇവിടെ 4ഉം 3ഉം. അത് തമ്മിൽ കൂട്ടുകയാണ്. 5ഉം 4ഉം കൂടെ കൂട്ടുക. അപ്പൊ ഇവിടെ എന്ത് വരും? 6ഉം 5ഉം കൂടെ കൂട്ടുക. 6ഉം 5ഉം എത്രയാണ്? 11 അല്ലെ? അപ്പൊ നമ്മൾ അടുത്ത സ്റ്റെപ്പും കൂടെ എഴുതണം. ഇനി അടുത്ത് 3 4 5 6 വരെ. ഇനി 7² മൈനസ് 2 3 4 5 6² = 7ഉം 6ഉം കൂടെ കൂട്ടിയാൽ പോരെ? 7ഉം 6ഉം എത്രയാണ്? 13. കിട്ടിയല്ലോ. ഇനി ഇവിടെ നോക്കിക്കേ, 5 6 7 8 9 10 11 12 13. അങ്ങനെയാണല്ലോ പോകുന്നത്. ഇനി നമ്മുടെ ഐഡന്റിറ്റി ഇവിടെ എന്താണ്? 2 പൂർണ്ണവർഗങ്ങളുടെ വ്യത്യാസമാണ്. അതാണല്ലോ ഈ ഐഡന്റിറ്റി ഉപയോഗിച്ചിട്ടാണല്ലോ നമ്മൾ ചെയ്തത്. ഇവിടെ ഈ നമ്പേഴ്സ് നോക്കുമ്പോൾ നമുക്കറിയാമല്ലോ അടുത്തടുത്തുള്ള നമ്പേഴ്സാണ് അല്ലെ? അതായത് ആദ്യം വലിയ നമ്പർ, പിന്നെ ചെറിയ നമ്പർ. കണ്ട, 2 കഴിഞ്ഞ് 3. ഇവിടെ നോക്കിയാൽ 3 കഴിഞ്ഞ് 4. മൂന്നാമത്തെ സ്റ്റെപ്പിൽ 4, രണ്ടാമത് ആദ്യം 5. ഇവിടെ നോക്കിക്കേ 5 6 6 7. അടുത്തടുത്തുള്ള നമ്പേഴ്സ്. നമുക്കിനി രണ്ടാമത്തെ പാട്ട് എന്താ ചോദിച്ചിരിക്കുന്നത്? ഇത് ഒന്നാമത്തെ പാട്ടാണല്ലോ. ഒന്നാമത്തെ പാട്ട് ആദ്യത്തെ 2 സ്റ്റെപ്പും കൂടെ എഴുതാനാണ് ഒന്നാമത്തെ പാട്ട് ചോദിച്ചിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ പാട്ട് എന്താ? ഓൾജിബ്രൈക് ഫോമിൽ എഴുതണം അല്ലെ? ഓൾജിബ്രൈക് ഫോമിൽ എഴുതുമ്പോൾ അടുത്തടുത്തുള്ള നമ്പേഴ്സ് നമ്മൾ സാധാരണ എങ്ങനെ എഴുതുന്നത്? എക്സും x+1 അല്ലെ? അപ്പോൾ ഇവിടെ ആദ്യം എഴുതേണ്ടത് വലിയ നമ്പറാണ്. 1 കൂട്ടുമ്പോഴല്ലേ വലിയ നമ്പർ കിട്ടുന്നത്. അതായത് x+1² മൈനസ് x² ആണല്ലോ. ഇനി നമ്മുടെ ഐഡന്റിറ്റി എന്താണ്? 2 വർഗങ്ങളുടെ വ്യത്യാസം കാണുന്നത് ആദ്യം അതിന്റെ തുക കാണണം അല്ലെ? തുക കാണുമ്പം ആദ്യത്തത് x+1 + x, രണ്ടാമത്തെ എന്താ? അത് സബ്ട്രാക്ട് ചെയ്യണം. ഇതിപ്പോ തുക കണ്ടു. ഇനി x+1ൽ നിന്ന് x കുറയ്ക്കണം അല്ലെ? അപ്പോ ഇവിടെ നോക്കിക്കാൻ x+1 + x. ഇനി ഇവിടെ സബ്ട്രാക്ഷൻ അല്ലേ ഇവിടെ കിടക്കുന്നത്. അതായത് നമുക്ക് ഈ ബ്രാക്കറ്റ് അങ്ങ് മാറ്റാം. x+1 ഈ ബ്രാക്കറ്റ് മൈനസ് എക്സ്, ഈ പ്ലസ് എക്സും മൈനസ് എക്സും ക്യാൻസൽ ആയല്ലോ. അപ്പൊ എന്തായി? x+1 +
എക്സ്, പിന്നെ ഇവിടെ ബാക്കി എന്താ ഉള്ളു, ഇൻറ്റു 1. ഏതിനെയും 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആ നമ്പർ തന്നെയല്ലേ കിട്ടുന്നത്. അപ്പോൾ എക്സ് പ്ലസ് 1 പ്ലസ് എക്സ് എന്ന് കിട്ടിയല്ലോ, +1 ഹോൾ സ്ക്വയർ, എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ആണല്ലോ, എക്സ് പ്ലസ് 1 പ്ലസ് എക്സ് അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ ഓൾജിബ്രൈക് ഫോം. രണ്ടാമത്തെ ആൻസർ. ഒന്നാമതായിട്ട് എന്ത് എഴുതാം, അടുത്തടുത്തുള്ള നമ്പേഴ്സിന്റെ വർഗങ്ങളുടെ വ്യത്യാസം ആ നമ്പറുകളുടെ തുകയാണ്. അടുത്തടുത്തുള്ള രണ്ട് അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഡിഫറൻസ് ഓഫ് ദി സ്ക്വയേഴ്സ് ഓഫ് 2 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ഈസ് ദ സം ഓഫ് ദി നമ്പേഴ്സ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ.